ഹല്ലേലൂയ. കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏവർക്കും ഒരിക്കൽ കൂടെ ക്രിസ്തുവിൽ സ്നേഹവന്ദനത്തെ അറിയിക്കും. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായത്തിൽ യഹൂദന്മാരുടെ പെരുന്നാൾ ദിനം ആകയാൽ അതുവഴി കടന്നു പോകുന്നവര് അനേക ആയിരങ്ങളായിരുന്നു. അവര് ആ ഗോൽഗോത്ത കുന്നിലേക്ക് നോക്കിക്കൊണ്ട് പല കമന്റുകൾ പാസ്സാക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കാരണം മറ്റൊന്നുമല്ല, അവിടെ 3 ക്രൂശുകൾ ഉയർത്തപ്പെട്ടിട്ടുണ്ട്. 3 കുറ്റവാളികളെ അതിൽ അവർ കാണുകയാണ്. പലരും പല നിലകളിൽ പറയുന്നു, ഏറ്റവും ഭീകരന്മാരായ ഈ കുറ്റവാളികൾക്ക് ഇത് അത്യാവശ്യമായിരുന്നു. ഇനി മറ്റുള്ളവർക്ക് ശാന്തമായി സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുമല്ലോ എന്ന് വേണ്ട പലതും ഒക്കെ അവര് ഇങ്ങനെ ന്യായമായിട്ടും പറയുവാനായിട്ട് അവിടെ സംഗതിയുണ്ട്. എന്നാൽ ആ 3 ക്രൂശുകൾ നാം വ്യക്തമായി ചിന്തിക്കുമ്പോൾ അതിൽ 3 വ്യക്തികളുണ്ട്. അവരെല്ലാം ആരാണ്? അതിൽ 2 പേർ ദുഷ്പ്രവർത്തിക്കാരാണ്. എന്നാൽ നടുവിൽ ഉള്ള വ്യക്തി അതാരാണ് എന്ന് ഈ കടന്നു പോകുന്ന പലർക്കും മനസ്സിലായില്ല. അവർ പരിഹസിക്കുകയും തുപ്പുകയും ഒക്കെ ചെയ്തിങ്ങനെ കടന്നു പോവുകയാണ്. എന്നാൽ അതിൽ ഒരുവൻ, ഈ 2 കുറ്റവാളികൾ അപ്പുറം ഇപ്പുറവുമുണ്ട്. അതിലൊരുവൻ, അവനും യേശുവിനെ കുറിച്ച് ചില കാര്യങ്ങൾ അറിയാം. യേശുവിന്റെ കന്യകാജനനം, പാപരഹിതമായ ജീവിതം, ക്രൂശുമരണം, അടക്കം, ഉയർപ്പ്, 2ാം വരവ് തുടങ്ങിയ കാര്യങ്ങൾ അനേകർക്ക് അറിവുള്ളതായ വിഷയമാണ്. ഈ ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുവനായ അവൻ ആദ്യം പറയുന്നത് ഇപ്രകാരമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 23:39 തൂക്കിയ ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുത്തൻ, നീ ക്രിസ്തു അല്ലയോ? നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്ക എന്ന് പറഞ്ഞ് അവനെ ദൂഷിച്ചു എന്നാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അവനും യേശുവിനെ കുറിച്ച് ചില കാര്യങ്ങൾ അവൻ അറിയാം. അവൻ പറയുകയാണ്, നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്ക, നീ ക്രിസ്തു അല്ലയോ? അപ്പോൾ ക്രിസ്തുവാണ് തുടങ്ങിയ അറിവുകളൊക്കെ അവന് ഉണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഇന്നും അനേകർക്ക് പല അറിവുകളുണ്ട്. എന്നാൽ ഈ അറിവുകളൊന്നും മനുഷ്യനെ പൂർണ്ണമായിട്ട് രക്ഷിക്കുന്നതല്ല എന്നുള്ളതാണ്. 2ാമത്തവൻ അവനും പറയുകയാണ്. അവൻ പറയുന്നു, അവരുടെ തെറ്റായ ജീവിതം മൂലം കിട്ടിയ ശിക്ഷയാണ് അവര് അനുഭവിക്കുന്നത്. അഥവാ അരുതാത്തതൊന്നും ഇവൻ ചെയ്തിട്ടില്ല എന്ന് യേശുവിനെ കുറിച്ച് 2ാമത്തവൻ സാക്ഷി പറയുന്നതും നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. എന്നാൽ ആ അറിവും പൂർണ്ണമായിട്ട് ഒരുവനെ രക്ഷിക്കുവാൻ പര്യാപ്തമായ അറിവല്ല. തുടർന്ന് അവൻ പറയുകയാണ്, യേശുവേ, നീ രാജാവായി വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്നുള്ളതാകുന്ന ഒരപേക്ഷ അവൻ നടത്തുന്നതാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. അഥവാ യേശു രാജാവായി വീണ്ടും വരുമെന്നും യേശു രക്ഷകനാണെന്നും പൂർണ്ണമായിട്ട് അവൻ അംഗീകരിച്ചുകൊണ്ട് അവൻ അനുതാപത്തോടെ എന്നെയും കൂടെ ഓർക്കണമേ എന്നുള്ളതാകുന്ന അപേക്ഷ യേശുവിന്റെ മുമ്പിൽ വെക്കുകയാണ്. അപ്പോൾ ഈ ക്രൂശിൽ 3 പേരുടെയും സംസാരമാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. അതിൽ ഈ 2 ദുഷ്പ്രവർത്തിക്കാരുടെ സംസാരം ഇപ്രകാരമായിരിക്കുമ്പോൾ, ഇതാ നടുവിൽ കിടക്കുന്ന രക്ഷകൻ പറയുകയാണ്, നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും എന്നുള്ളതായ തന്റെ വാക്കുകൾ പറയുന്നതും നമുക്കവിടെ കാണുവാൻ കഴിയുകയാണ്. അപ്പോൾ ഈ 3 പേരുടെയും സംസാരം 3 വ്യത്യസ്തമായ അനുഭവത്തിൽ നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. മാത്രമല്ല, ആ 3 പേരുടെയും ആ ക്രൂശിൽ കിടന്നുകൊണ്ടുള്ളതായ
അവസാനത്തെ സംസാരവുമായിരുന്നു അതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോഴും ഈ 3 വലിയ കുറ്റവാളികളെ അല്ലെങ്കിൽ ആ 2 വലിയ കുറ്റവാളികളെ ലോകം 3 വലിയ കുറ്റവാളികളായി കണ്ടു. എന്നാൽ അവർ 3 പേരും കുറ്റവാളികളല്ല. നടുവിൽ കിടന്ന യേശു രക്ഷകൻ ഇതാ ആ അവസാന നിമിഷത്തിൽ തന്നോടൊപ്പം ആ ക്രൂശിൽ കിടന്ന ഒരു വലിയ പാപിയെ രക്ഷിക്കുന്നതാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. പ്രിയമുള്ളവരെ, ഇവിടെ നാം ചിന്തിച്ചതുപോലെ ലോകത്തിന് ഇന്ന് പല അറിവുകളുണ്ട്. യേശുവിനെ കുറിച്ച് പല അറിവുകളുണ്ട്. എന്നാൽ പൂർണ്ണമായ രക്ഷയ്ക്ക് പര്യാപ്തമായ അറിവ് ഇന്ന് മനുഷ്യൻ ആ രക്ഷകനെ പൂർണ്ണമായി ഏറ്റെടുക്കുമ്പോൾ മാത്രമാണ് ആ അറിവ് അതിന്റെ പൂർണ്ണതയിലെത്തുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഒരുപക്ഷെ ഏവരെയും ആ രക്ഷയുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കുവാൻ കഴിയാതെ ചിലപ്പോൾ പേരിൽ ഒരു ക്രിസ്ത്യാനിയാകാം, അല്ലെങ്കിൽ മറ്റു പലതുമാകാം, ഇപ്പോഴും പൂർണ്ണമായ രക്ഷ കണ്ടെടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഓർക്കുക, ആ ക്രൂശിൽ കിടന്ന കർത്താവ് ആ പാപിയായ മനുഷ്യനെ രക്ഷിച്ചതുപോലെ ഇന്നും ആരനുതാപത്തോടുകൂടെ വിളിക്കുന്നുവോ അവരുടെ രക്ഷയ്ക്ക് പര്യാപ്തമായ കർത്താവാണ് നമ്മുടെ രക്ഷകൻ. ഇന്ന് താൻ ക്രൂശിൽ കിടക്കുകയല്ല, ഇന്ന് കല്ലറയിൽ കിടക്കുകയല്ല, അത് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് വീണ്ടും നമ്മെ ചേർക്കുവാൻ മടങ്ങി വരുന്ന നമ്മുടെ രക്ഷകൻ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പരിപൂർണമായി അടുത്ത് ചെല്ലാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. ക്ലേശം തീർന്നു നാം നിത്യം വസിപ്പാൻ വാസമൊരുക്കാൻ പോയ പ്രിയൻ താൻ. വാസമൊരുക്കാൻ പോയ പ്രിയൻ താൻ. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. കഷ്ടത പരിഹാസങ്ങൾ ദുഷികളെല്ലാം തീരാൻ കാലമായി. ദുഷികളെല്ലാം തീരാൻ കാലമായി. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. പ്രാണപ്രിയന്റെ പൊന്നുമുഖത്തെ തേജസ്സോടെ നാം കാൺമാൻ കാലമായി. തേജസ്സോടെ നാം കാൺമാൻ കാലമായി. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. കാന്തനുമായി വാസം ചെയ്യുവാൻ കാലം സമീപമായി പ്രിയരെ. കാലം സമീപമായി പ്രിയരെ. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി.
ആസന്നമായി രാജാധിരാജൻ മഹിമയോടെ